ഭാരങ്ങളില്ല. പിന്നെന്താണ്? പ്രത്യാശ ഒന്ന് മാത്രം. അതായത് ദുഃഖങ്ങളും ഭാരങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കുള്ള പ്രത്യാശ ഭാരങ്ങളെ ലഘൂകരിക്കുന്നു. അതാണ് വിഷയം. ഈ പ്രത്യാശ നമുക്ക് അറിവിൻ്റെ തലത്തിലുണ്ടാകാം, അനുഭവ തലത്തിലുണ്ടാകാം. അപ്പോൾ ഇത് അറിവിൻ്റെ തലത്തിൽ എപ്പോഴും വരുന്നൊരു വിഷയം, എല്ലാവർക്കും പ്രത്യാശ ഉണ്ട്, അത് അറിവിൻ്റെ തലത്തിലാണ്. അങ്ങനെയല്ല, ഇതിനൊരു പ്രത്യാശയുടെ ഒരു അഭിഷേക തലമുണ്ട്. അറിവിൻ്റെ തലം കഴിഞ്ഞിട്ട് അനുഭവ തലം കഴിഞ്ഞിട്ട് ഒരു അഭിഷേക തലമുണ്ട്. അതാണ് എപ്പോഴും നമ്മൾക്ക് ദൈവാനുഭവത്തിന് നമ്മളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കപട ദൈവാനുഭവമായി പോകും. ദൈവാനുഭവം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ദൈവാനുഭവം ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും എല്ലാ വിഷയവും, വചനത്തിനും അഭിഷേകമുണ്ട്, അറിവുണ്ട്, അനുഭവമുണ്ട്, അഭിഷേകമുണ്ട്. അപ്പം ഇത് മൂന്ന് ഓരോ ഘട്ടങ്ങളാണ്, വളർച്ചയുടെ ഘട്ടങ്ങൾ. ആദ്യം അറിവായിരിക്കും നമുക്ക് കിട്ടുന്നത്, പിന്നെ അത് അനുഭവമാകും. അനുഭവം എല്ലാവർക്കും ആകത്തില്ല. അത് ആരാണ് എക്സിക്യൂട്ട് ചെയ്യണത്, ആരാണ് ആ വചനം എക്സിക്യൂട്ട് ചെയ്യണത്, അതായത് പ്രയോഗിക്കുന്നവരെ. അപ്പം ദൈവത്തിന് അങ്ങനെ ഒരു ആളിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും എപ്പോഴും. കാര്യം നമ്മൾ അസസ്മെൻ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മളെ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തന്നെ, നിങ്ങളെ പ്രാർത്ഥനയിൽ വളരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല അസസ്മെൻറ്റ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളെക്കുറിച്ചുള്ള ഒരു തൂക്കി നോക്കലേ, അക്കത്തൂക്കങ്ങൾ നോക്കുന്നത് നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ്. അതിൽ ഉള്ളിൽ വിചാരം എന്നൊക്കെ വേണേൽ പറയും. ഇപ്പോൾ ഉള്ളിൽ വിചാരം, ഇപ്പോൾ നമുക്ക് വിശ്വാസം പോലും ഉള്ളിൽ വിചാരമല്ലേ. പുറമേയുള്ള പറച്ചിലാണെങ്കിലും ആദ്യം എങ്ങനെയാണ് വരുന്നത്? അത് പുറമേ നമ്മൾ ചെയ്യുകയും ചെയ്യും, പറയുകയും ചെയ്യും, അല്ലേ? വിശ്വാസം നമ്മളിങ്ങനെ പ്രഖ്യാപിക്കും. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് പിന്നീട് നമ്മൾ പ്രയോഗിക്കും. ഇതെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചാൽ നമുക്ക് പ്രഖ്യാപിക്കാം. അത് ഇപ്പോൾ ഈ ലിപ് സർവീസ് ആയത് കാരണം അതിൻ്റേതായിട്ടുള്ള 20% ഇൻകമാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ഓർത്താക്കണക്കേണ്ടത് ഇതെല്ലാം. ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 20-30 ഇത്രയും നാൾ ഞാൻ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്യുകയും അവരിൽ ദൈവം പ്രവർത്തിക്കണ കാണുകയും, അതേസമയം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനും അനേകായിരം പ്രശ്നങ്ങളിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കൈവരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ഗോഡ് മസ്റ്റ് നോ ദാറ്റ് വി ആർ സിൻസിയർ ആൻഡ് സീരിയസ്. പ്രത്യേകിച്ച് അവൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സിൻസിയറിറ്റി ഉണ്ട്. അപ്പോൾ ദൈവത്തോട് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണത് എന്താണ്? വചനം കേൾക്കും. കേട്ട് കഴിഞ്ഞാലും പിന്നെ അടുത്ത സംഭവം എന്താണ്? വചനം ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീടത് പ്രയോഗിക്കും. വചനം നടപ്പിൽ വരുത്തും. നടപ്പിൽ വരുത്തി കഴിഞ്ഞതിന് ശേഷം അതായത് അടുത്ത സെക്ഷനിലാണ് വചനം അഭിഷേകമാകണത്. ഇതെല്ലാം ദൈവാനുഭവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനാണ്. ദൈവാനുഭവത്തിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം അറിവ്, പിന്നെ അനുഭവം, പിന്നെ അഭിഷേകം, അങ്ങനെ പോണത്. അപ്പം നിങ്ങളുടെ IELTS, വസ്തു വിൽപ്പന, കല്യാണം കഴിപ്പിക്കൽ, കുഞ്ഞുങ്ങളുണ്ടാകണത്, ഇങ്ങനെയുള്ള മിനിമം പരിപാടിയുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ മരിക്കണ വരെ ഇതുപോലെ പുതിയ പുതിയ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യണതിന് ഒരു മിനിമം വോൾട്ടേജ് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ അഡ്രസ്സ് ചെയ്യണം. നിങ്ങളെന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഫുൾ എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഈ വിഷയത്തിൻ്റെ ഒരു പിൻപിടുത്തം വരുന്ന കാര്യം. നിങ്ങളുടെ ബുദ്ധിയും ബോധവും കഴിവും ചിന്തയും ആലോചനയും എല്ലാം ഒറ്റ വിഷയത്തിലേക്ക്. കല്യാണം താമസിക്കുന്നത് എന്താണ്? പിള്ളേരുണ്ടാകാത്തത് എന്താണ്? ജോലി കിട്ടാത്തത് എന്താ? ഈ അതായത് ഒരു ആധ്യാത്മികമായി പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ലോ ആയിരിക്കും പ്രോസസ്സ്. ദൈവമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാകുന്നത് സ്ലോയാണ്. അതിൻ്റെ കാര്യം ഭയങ്കര കൊളസ്ട്രോളാണ് ആൾക്കാർക്കെല്ലാം. എങ്ങനെ കൊളസ്ട്രോളാണ്? നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോളുള്ള, ഹൃദയത്തിൽ കൊളസ്ട്രോൾ കാരണം പോലെ തന്നെയായിരിക്കും ആത്മീയ ജീവിതത്തിലും കൊളസ്ട്രോൾ ഉണ്ടാകും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അമിത പ്രാധാന്യം എപ്പം നിങ്ങൾ
വസ്തുക്കൾക്ക് കൊടുത്താൽ അപ്പോൾ ആ വിഷയത്തിന് ദൈവത്തെക്കാൾ ഇപ്പം എന്ത് നിങ്ങളുടെ വിഷയമെന്ന് വെച്ചാൽ ദൈവമല്ലല്ലോ, ദൈവത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ലേ വിഷയമാക്കണം നമ്മൾ. ദൈവമല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? ദൈവത്തിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടണത്, എപ്പോഴാണ് വീട് വെക്കാൻ പറ്റണത്. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ സ്ഥലത്തെ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നതനുസരിച്ചുകൊണ്ട് കൊളസ്ട്രോൾ കൂടിക്കൊണ്ടിരിക്കും, സ്ഥിരമായിരിക്കും സംഭവം. നമ്മൾ പറഞ്ഞ ആധ്യാത്മികമായ ഒരു പിത്തം പിടിക്കലെന്ന് പറയത്തില്ലേ, പിത്തം വരും. അതുപോലെ നെയ്മുറ്റൽ എന്നൊക്കെ പറയണത് പണ്ടൊക്കെ ഈ നമ്മുടെ നാട്ടിലെ കോഴികളൊക്കെ നെയ്മുറ്റണം നമ്മ വെല്ലുമിച്ചമാരൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ ആധ്യാത്മികമായ നെയ്മുറ്റലിരിക്കും. അതിൻ്റെ എല്ലാം സ്ലോ ആയിരിക്കും. അതിൻ്റെ കാരണം വിഷയത്തിന് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി വെക്കുന്ന വിഷയമായാലും അതിന് ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം ചില സമയത്ത് വരും. അതൊന്ന് നിങ്ങളൊന്ന് ഒരു സെൽഫ് ക്രിറ്റിസിസം നടത്തുന്നത് നല്ലതായിരിക്കും. അമ്മയെ നമ്മളറിയാം, ഉടമ്പടിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അപ്പോൾ അമ്മ എപ്പോഴും വിഷയത്തേക്കാൾ പ്രാധാന്യം അമ്മയ്ക്ക് ദൈവമായിരിക്കും, ദൈവവചനമായിരിക്കും. അതാണ് അമ്മയുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത. വിഷയത്തേക്കാൾ പ്രാധാന്യമായിരിക്കും വചനം. അങ്ങനെ വരുമ്പോൾ മാത്രമേ വചനം ഈ പറഞ്ഞ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശ മാത്രമൊന്നും വന്നില്ലേ. അത് അങ്ങനെ വരാൻ കാരണം ഈ വിഷയത്തേക്കാൾ പ്രാധാന്യമായിരിക്കണം വചനം. പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെക്കാളും പ്രാധാന്യം നിന്റെ വചനത്തിന് കൊടുക്കുവാൻ എന്നെ പുനഃക്രമീകരിക്കണമേ. അപ്പോഴേ എന്താണ് അങ്ങനെ അച്ഛൻ പറയാൻ കാരണം? ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള ഒരു മാർഗമാണത്. എന്താണ്? വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുക്കുന്നത്. അത് മരിയൻ കോൺസെപ്റ്റാണ്, മരിയൻ അപ്രോച്ചാണ്. ദാറ്റ്സ് എ കോർ ഓഫ് ദി മരിയൻ സ്പിരിച്വാലിറ്റി. മാതാവിൻ്റെ ആധ്യാത്മികതയുടെ ഒരു പ്രശ്നം നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് മാതാവിൻ്റെ പേരിൽ കുറച്ച് വെടിവാണങ്ങളും അതുപോലെ തന്നെ ചെണ്ട കൊട്ടി പോകാനൊക്കെ അല്ലാതെ നമുക്ക് കറക്റ്റ് അമ്മയുടെ സ്പിരിച്വാലിറ്റി അറിയത്തില്ലല്ലേ. ഇപ്പോൾ 5 ലക്ഷം രൂപ മുടക്കി മാതാവിൻ്റെ പെരുന്നാൾ നടത്തിയെന്നൊക്കെ പറയുമ്പോഴും പിറ്റേ ദിവസം അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം ഇയാൾക്ക് മാതാവോട് യാതൊരു ബന്ധമില്ലെന്ന്. അതാണ് പ്രശ്നം. ഇത് നമ്മൾ വളരെയേറെ ഇപ്പോൾ അമ്മ മാതാവിൻ്റെ പെരുന്നാളിനൊക്കെ പോകുന്നതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സ്പിരിച്വാലിറ്റി ഒന്ന് ഫോളോ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് തോന്നും, ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് തോന്നും. ഇങ്ങനെ സ്വന്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ ഒന്നാമത്തെ നമുക്കിങ്ങനെ ദൈവത്തിൻ്റെ കണ്ണിലൊന്നും പൊടിയിടാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യന്മാരുടെ മുമ്പിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ നമ്മുടെ ശുദ്ധമായ ഉടായ്പകൾ കാണിക്കാതിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്സ് നടത്തുമ്പോൾ തന്നെ അത് മുഴുവൻ സ്കാൻ ചെയ്ത് അതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പുറത്ത് വരും. പിന്നെ വല്ല നടക്കുക. പക്ഷെ വളരെ സൂക്ഷിച്ചിടപെടേണ്ട ഒരാളാണ് ദൈവം, വളരെ സൂക്ഷിച്ച്. ഇപ്പോൾ നീ നിൻ്റെ പ്രാർത്ഥന ഇന്ന് മാറ്റിവെക്കണം വിചാരിച്ചോ, നിൻ്റെ സമയം നീ മാറ്റിവെക്കണം വിചാരിച്ചോ. അപ്പോൾ ഈ സമയം മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഇന്ന് സപ്പർ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുക. അപ്പോഴങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ എന്താണ് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഈ സമയം ചേഞ്ച് വന്നത്, അപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് ഔട്ടായി. എന്താ കാര്യം? നിനക്ക് അതിനേക്കാൾ പ്രാധാന്യമുള്ള എന്താ കാര്യം വന്നു, തീർന്നില്ലേ? എന്തിനാ കൊണ്ടുപോയി പണി മേടിക്കണേ? എന്തിനാ? അപ്പം തന്നെ ദൈവത്തെ അറിയാം. കാര്യം ഇതിൻ്റെ തന്നെ എന്തൂസിയാസം. അത് ആദ്യമേ തന്നെ വചനം കൊടുക്കുമ്പോൾ തന്നെ എന്താ പറയണത്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ വേറെ റെഫറൻസിൽ ആരും വരരുതെന്ന്. വേറെ ദൈവമില്ലെന്നല്ല, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ദൈവത്തിന് വരണം. ഈ ഫസ്റ്റ് പ്രയോറിറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്തൂസിയാസം വരണം. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ്?
അത്യുത്സാഹം എന്ന് വെച്ചാൽ എൻതയോസ്, അത് ഇൻ ഗോഡ്, ദൈവം ഉള്ളിലുണ്ടാകണം. ദൈവം ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി വരണത്. അല്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മുൻഗണന പ്രയോറിറ്റി എന്നൊക്കെ അറിയാതൊക്കെ ഇംഗ്ലീഷ് പറയണം കേട്ടോ, അറിഞ്ഞുകൊണ്ടല്ലോ കേട്ടോ. അതായത് ഈ നമ്മുടെ ഈ മുൻഗണനാ ക്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മുൻഗണനാ ക്രമങ്ങളുടെ ഏത് സ്ഥാനത്താണ് ദൈവം വരുന്നത് അതിന് ആനുപാതികമായിരിക്കും നിൻ്റെ എന്തൂസ്യാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരേണ്ടത് ഈ ഇപ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ തന്നെ ഗർഭസ്ഥ ശിശു എന്തൂസ്യാസ്റ്റിക്കായി. അപ്പം തന്നെ ആത്മാവിൽ നിറഞ്ഞ്. എന്നിട്ട് ഈ എലിസബത്ത് എന്താ പറയണത്? മറിയത്തെ കാണുമ്പോൾ അപ്പം തന്നെ ഇത് സ്കാൻ ചെയ്ത് അപ്പം തന്നെ റിസൾട്ട് പുറത്തു തന്നെ കണ്ടില്ലേ? അതായത് അമ്മയുടെ അഭിവാദനം കേൾക്കുമ്പോൾ തന്നെ ആ വൈര് സെക്കൻഡിൽ മാതാവിന് ഇങ്ങനെ പെട്ടെന്ന് പച്ച വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകും. എന്നിട്ട് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരും. എന്താണ്? മേരി, യു ആർ ബ്ലെസ്ഡ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണെന്ന്. ഉദരഫലം അനുഗ്രഹീതമാണെന്ന് അമ്മ പോലും സ്കാൻ ചെയ്തിട്ടില്ല പ്രഗ്നൻ്റ് ആണെന്നറിയുള്ള കാര്യം ഇല്ലേ? മാലാഖയുടെ ഒറ്റ അഭിവാദനത്തിലാണ് നിൽക്കുന്നത്. ആൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷേ എലിസബത്താണ് സ്കാൻ ചെയ്തിട്ട് ഗർഭിണിയെ സ്കാൻ ചെയ്യണത്. പെട്ടെന്ന് ഒറ്റ അഭിവാദനത്തിൽ എലിസബത്ത് സ്കാൻ ചെയ്യും. എന്താ കാര്യം? എലിസബത്തിൽ അങ്ങോട്ട് ഒരാളെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഈ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാട്. ഈ വലിയ മിച്ചർ വയറ്റി കിടക്കുന്ന ഗർഭസ്ഥ ശിശു സ്നാപയോഹന്നാൻ തുള്ളിച്ചാടുമ്പോൾ പെട്ടെന്ന് പറയുന്ന സംഭവമാണ്. അതാ സമയത്ത് സ്കാനിങ് നടക്കുന്നത്. ഗർഭിണിയെ സ്കാൻ ചെയ്യണപ്പോഴാണ് എന്താ പറഞ്ഞത്? മേരി, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. ദാറ്റ് മീൻസ് യു ആർ പ്രഗ്നൻറ്റ്. എലിസബത്ത് അല്ലേ പറയണത് അമ്മയോട് പ്രഗ്നൻ്റ് ആണെന്ന്? ഇല്ലേ? അത് ഒറ്റ കാഴ്ചയിലാണ് പറയണത്. അപ്പോൾ അമ്മ പറയും മൈ സോൾ മാഗ്നിഫൈസ് ദി ലോർഡ്. പിന്നീട് അതിനേക്കാൾ എന്തൂസിയാസ്റ്റിക്കായിട്ടാണ് അമ്മ പറയണത്. എന്താ പറയണത്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ. വാക്ക് വിട്ടുപോകരുത്. ഉദരഫലമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു സാധാരണ കുഞ്ഞിനെക്കുറിച്ചല്ല അവിടെ സംസാരിക്കണത്. എന്താ അമ്മ സംസാരിക്കണത്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്പെൽ. ഇപ്പം ഗോസ്പലാണ്, പക്ഷേ ഫസ്റ്റ് സ്പെല്ലാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യത്തെ മംഗളവാർത്ത കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കുറിച്ച് പറയുക, ആദ്യത്തെ ഒരു ഫസ്റ്റ് നോളജാണ്. എന്താണ്? രക്ഷകനായ ദൈവം. അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നു പറഞ്ഞില്ലേ? മത്തായി 1:21. മത്തായി സുവിശേഷം 1:21. പറഞ്ഞോളൂ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. പറഞ്ഞേ, അവൾ ഒരു പുത്രനെ പ്രസവിക്കും. പറഞ്ഞോളൂ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഒന്നുകൂടി പറഞ്ഞേ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ എലിസബത്ത് എന്താ പറയണത്? നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് നോളജ് വരണത് ഉദരഫലത്തെക്കുറിച്ചാണ്. അത് ബ്ലെസ്സഡ് ആണെന്ന്. അതിൻ്റെ അമ്മ ആ വചനം കേട്ടിട്ട് പ്രതിവചനം പറയണത് എന്താണ്? അമ്മ പ്രതിവചനം പറയണത് എന്താണ്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ. പറഞ്ഞേ, എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ബേസിക് ആയിട്ട് ഹു ഈസ് ജീസസ്? ഇറ്റ് ഈസ് റിവീൽഡ്. എന്താണ്? രക്ഷകനായ ദൈവമാണ്. എന്ത് രക്ഷയാണ്? ബേസിക്കായിട്ട് അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാം. എൻ്റെ ദൈവപൈതലേ, ഈ പാപത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ, പാപത്തെ പേടിച്ച് കുറ്റബോധം ഉണ്ടാക്കാനല്ല, പാപത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ, കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്?
അതായത് ആരാണ് ഭാഗ്യവാനെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ആരാണ്? ദൈവം കുറ്റം ആരോപിക്കാത്തവൻ. നമ്മൾ ശക്തൻ ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം അതുതന്നെയാണ്. അതായത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴേ മക്കളെ, പ്രാർത്ഥനയുടെ ഈ ഫോർമാറ്റ് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം പ്രാർത്ഥനയിൽ നമുക്ക് എപ്പോഴും വരുന്നത് നമ്മുടെ ഭൗതിക ആനുകൂല്യങ്ങൾ എന്ന് പറയുന്ന സോ-കോൾഡ് ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആധ്യാത്മിക ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫിസിക്കൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ദൈവവുമായിട്ട് കുറേ കാലം ജീവിക്കാൻ പറ്റത്തില്ല. കുറച്ച് നാളത്തേക്കൊക്കെ പോകാമെന്നല്ല, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന് ആളെപ്പിടി കിട്ടും. പിടിയാ, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ഫിസിക്കൽ ഫേവേഴ്സ്, സോ കോൾഡ് ഫിസിക്കൽ ഫേവേഴ്സ് മീൻസ് ഭൗതിക ആനുകൂല്യങ്ങൾ. ഈ ഭൗതിക ആനുകൂല്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു സ്പിരിച്വൽ ലൈഫ് നമുക്ക് കുറേ കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കുറച്ച് ടൈം ബീങ് നമുക്ക് പോകാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ദൈവം പറയും, ഓർഡർ തമ്മാവ ആളറിയുമെന്ന് പറയും. അതാണ് സംഭവം. എന്താ കാര്യം? ചുമ്മാ ഇങ്ങനെ ഈ വാലാട്ടണമെന്നതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ഇറച്ചി കഷ്ണം കിട്ടും വിചാരിച്ചുകൊണ്ടാണ് ഈ വാലാട്ടൽ. അതുകൊണ്ടാണ് സ്തുതിക്കുകയും പ്രാർത്ഥനയൊക്കെ ഉള്ളത്. ഇറച്ചി കഷ്ണം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും തിരിഞ്ഞ് കടിക്കാൻ സാധ്യത ഉണ്ടെന്നറിയും. അത് വളരെ ശ്രദ്ധിക്കണം. മനുഷ്യന്മാർക്ക് ഇത്രയും ബുദ്ധിയില്ല. പക്ഷെ ബുദ്ധിയുടെ ആകത്തുകയാണ് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം ഈ വിഷയത്തിൽ. എന്നും കൊന്നും നിങ്ങളുടെ ഭൗതികമായ ഈ കാര്യം മാത്രമാണ് ദൈവത്തോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതിക ആനുകൂല്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ മാസം ആവശ്യമുള്ള സാധനം അടുത്ത മാസം ആവശ്യമില്ല. ദാറ്റ് മീൻസ് കാലഹരണപ്പെട്ടു പോകുന്നു. കാലഹരണപ്പെടാത്ത ദൈവത്തോട് കാലഹരണപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ ദൈവത്തിന് നമ്മൾ കാലഹരണപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇറ്റ്സ് എ വെരി ഹോട്ട് പോയിൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ലോഹയാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഞാൻ സാധാരണഗതിയിൽ മാക്സിമം ലോഹയാണ് ഉപയോഗിക്കുന്നത്. കാര്യം കർത്താവിൻ്റെ എനിക്ക് കരഞ്ഞാണ് ഈ ഉടുപ്പ് മേടിച്ചത്. 85 പട്ടം കിട്ടിയതാണ്. പക്ഷേ ഉടുപ്പ് വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നത് 4 വർഷം, 3.5 വർഷം മുമ്പാണ് ഉടുപ്പ് വാങ്ങിക്കേണ്ടത്. 81 82 അന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. എനിക്ക് ഉടുപ്പ് കിട്ടാത്തൊരു സാഹചര്യം സെമിനാരി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം എൻ്റെ അതായത് സെമിനാരിയുടെ അസസ്മെൻ്റ് അനുസരിച്ച് ചില സമയത്ത് എനിക്ക് അപ്ഡേഷൻ വന്നു പോകാതെ, ചില സമയത്ത് എനിക്കൊരു ചെറുകുറേടാ നിനക്കൊരു റീജൻസി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ കൂട്ടുകാർ പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് റീജൻസി ഒരു ടൈമിന് ആവശ്യമുണ്ടായെങ്കിലും ഒരു സെമിനാരിലെ ഫിലോസഫിയുടെ ആ കാലങ്ങളിൽ എനിക്ക് തോന്നിയായിരുന്നു ഒരു കൊല്ലം റീജൻസി എടുക്കണമെന്ന്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കർത്താവിൻ്റെ ചിന്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറച്ചു കളഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള തോന്നിവാസങ്ങളെ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു. അതായത് ഒരു കൊല്ലം ലീവ് എടുത്തിട്ട് ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ചുറ്റുക, അങ്ങനെയൊക്കെ ഒരു ആവശ്യവും ചിന്ത ആ കാലങ്ങളിലുണ്ടായിരുന്നു. അന്ന് കുറേ എഴുത്തും വായനയും കഥകളും അതുപോലെയൊക്കെ ഫിലോസഫിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പത്തിൻ്റെ കാലമല്ലേ. അപ്പോൾ ഞാൻ ഒരു കൊല്ലം ഇങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് ഇന്ത്യ മുഴുവനും ഡിസ്കസായിട്ട് നടന്ന് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് മിഷൻ രാജ്യങ്ങളിൽ പോണ കാലങ്ങളിൽ അതാണ് എൻ്റെ മനസ്സിരുന്നത് മുഴുവനും. മിഷനിൽ പോകണം. കാര്യം അച്ഛനാകണ കാലത്തും മിഷനിൽ പോടുമ്പോൾ ഞാൻ വയറാണ് ഞാൻ സെമിനാരിൽ ചേരണത്. അന്ന് പറ്റാത്തത് കൊണ്ട് ഈ ഒരു കൊല്ലം എടുത്തിട്ട് മിഷനൊക്കെ ചുറ്റും നടന്ന് കാണണം, അങ്ങനെ കുറേ ചിന്തകളൊക്കെ ആയിട്ട് നടക്കിയിരുന്നു. പക്ഷേ എന്തോ എന്നെ പെട്ടെന്ന് ബിഷപ്പ് തന്നെ എന്നെ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ്. അത് ബിഷപ്പല്ല, ഈശോ തന്നെ ബിഷപ്പിൽ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ എനിക്ക് അഭിഷേകം കിട്ടി ഉടുപ്പ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അത്രയും കൊതിച്ചാണ് ഉടുപ്പ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ വല്ലപ്പോഴും വല്ല ട്രെയിൻ യാത്രയ്ക്ക് അത്യാവശ്യം നമുക്ക് വളരെ മോശം കണ്ടീഷനിലാണ് നമ്മൾ യാത്ര ചെയ്യണമെന്നെങ്കിൽ ബാത്റൂംസിൽ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ മാത്രമേ ഞാൻ ഉടുപ്പിന് മാന്യതയില്ലാത്ത സ്ഥലങ്ങളിൽ, അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ഉടുപ്പ് ഒഴിവാക്കത്തുള്ളൂ. അതായത് അല്ലാത്ത സമയത്തെല്ലാം ഉടുപ്പ് ധരിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടുപ്പ് ധരിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ ശുശ്രൂഷയ്ക്ക് വന്നത്. കാര്യം നമുക്ക് ജനത്തെ പേടിയില്ല. എന്താ കാര്യം? നമ്മളൊരു വിശ്വാസിയുമാണ്,
ഒരു വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണ് എന്ന് സമൂഹം അറിയണം, എല്ലാ ജാതിക്കാരും അറിയണം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്. അത് ഒരു വിശ്വാസം നമുക്ക് നൽകുന്ന ഒരു ധൈര്യമാണ് ശരിക്കും. വെച്ച് കഴിഞ്ഞാൽ ആരും എവിടെ ചെന്നാലും നമ്മൾ ഏത് ഇപ്പോൾ അച്ഛന്മാരുടെ മാർക്കറ്റ് റേറ്റുകൾ കൂടിയാലും കുറഞ്ഞാലും അതൊന്നും പലപ്പോഴും എന്നെ ബാധിക്കാറില്ല. ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ഒത്തിരി പുണ്യപ്പെട്ട അച്ഛന്മാരുടെ ഒത്തിരി ശുശ്രൂഷകളൊക്കെ വരും. അതേസമയം ചില ആൾക്കാർ ഷട്ട് ഔട്ട്സുകൾ വരും. അപ്പോൾ ആൾക്കാർ സമൂഹത്തിൽ ചിലപ്പോൾ അവരുടെ ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ റേറ്റിംഗ് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എന്താ കാര്യം? നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇത് ധരിക്കാവുന്ന കർത്താവിൻ്റെ സഭയുടെ ഒഫീഷ്യൽ ശുശ്രൂഷകനായിട്ട് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്ന ആളാണ്. എന്താണ് ഞാൻ പറയണമെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന സൂക്ഷ്മതകളില്ലേ, അത് നിങ്ങൾക്ക് അതായത് ഇന്ന് നിങ്ങളും ലഭിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ വിശ്വാസികളാണെന്നുള്ളത് കർത്തൃസന്നിധിയിൽ പുറത്ത് നിങ്ങളെ പ്രകടിപ്പിക്കണം.